വെൽക്കം ബാക്ക് ടു എം മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ഓറിയോ എടുത്തിട്ടുണ്ട്. അതിൽ 10 ബിസ്ക്കറ്റ് ഉണ്ടാകും. അത് മൊത്തം നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല. എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് അത് നമ്മളൊന്ന് പൊടിച്ചെടുത്താലും മതി. ചെറുതായിട്ട് ക്രംസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മിക്സിയുടെ ജാറിൽ ബിസ്ക്കറ്റ് ഇടുമ്പോൾ ജാറ് ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കണം, നനവൊട്ടും പാടില്ല. അപ്പോൾ ഞാൻ 10 ബിസ്ക്കറ്റും ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു വെയിറ്റ് വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതിയാകും. അങ്ങനെ ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള പാത്രം എടുക്കാം. സ്റ്റീൽ പാത്രം എടുക്കാം, ടിഫിൻ ബോക്സ് എടുക്കാം, പിന്നെ ഗ്ലാസ് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഗ്ലാസ്സോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് സൂക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ടൈം ഉള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റോളം സൂക്ഷിക്കുക. അതിപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെക്കുന്നത്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിൽക്കിന് പകരം നിങ്ങൾക്ക് മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫുൾ ഫാറ്റ് മിൽക്ക് പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കണം. നെസ്ലെ, നിഡോ, അമൂല്യ അങ്ങനത്തെ ബ്രാൻഡിൻ്റെ മിൽക്ക് പൗഡർ എടുക്കണം. അപ്പോൾ പാലൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. പാല് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 500 ml മിൽക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് വേണ്ടിയത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കസ്റ്റർഡ് പൗഡർ അതിലേക്ക് ഇടരുത്. അപ്പോൾ ആകെ കട്ട കെട്ടി ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഇതാണ് നല്ലത്. ആദ്യം നമുക്ക് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ച് പാലിൽ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിക്കായി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരല്പം നേരം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റുകയാണ്. ഒരു 5 മിനിറ്റ് മതിയാകും ഇത് തിക്കായി വരും. അപ്പോൾ ഓക്കെ, ഇത് നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 ഓറിയോ ബിസ്ക്കറ്റ് ചെറുതായി കൈകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചൂട് മാറുന്തോറും ഇത് ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഓറിയോൻ്റെ മിക്സ് ഇങ്ങോട്ട് എടുക്കാം ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ ഇത് കറക്റ്റ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സും ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് മിക്സ് എല്ലാം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇനി ഡെക്കറേഷനായിട്ട് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫോട്ടോയിലുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഞാൻ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ലൈന് പോലെ ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ ഗസ്റ്റൊക്കെ ഉള്ള ടൈമാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല കുട്ടികൾക്കും കഴിക്കാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഓരിയോ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവർനൈറ്റ് ആണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് തണുപ്പോടെ തന്നെ കഴിക്കുക. അപ്പോഴാണ് പുഡിങ്ങിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് എമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്